ഇപ്പം എൻ്റെ എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ഞാൻ എഴുതാറുണ്ട്, സ്വപ്നം കാണാൻ പഠിപ്പിച്ച അച്ഛന്, സ്വപ്നം നേടാൻ പഠിപ്പിച്ച കുക്കുവിന്. കുക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന്. അപ്പം എന്നെ അംബീഷ്യസ് ആക്കിയത് മൊത്തം എൻ്റെ അച്ഛനാണ്. ഈ എന്താണ് നിൻ്റെ അതിലേക്ക് എത്താൻ വേണ്ടി എന്നെ ഒരുക്കിയത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഞാൻ ഇപ്പോഴും. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഈ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല. എനിക്ക് അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എനിക്കറിയാം. ഓക്കെ, സിനിമയിൽ എത്തണമെന്നും ഇപ്പോൾ സിനിമയിൽ എത്തണമെന്നായിരുന്നു ഒരു കാലത്ത് അംബീഷൻ. അതാണ്. അപ്പോൾ അതെനിക്ക് എങ്ങനെയെന്നറിയില്ലായിരുന്നു. ഞാൻ നടനാകാൻ നടന്നു, തിരക്കഥാകൃത്താകാൻ നടന്നു. അവസാനം ഞാൻ എന്നിൽ എന്താണ് അതിലേക്ക് എത്താൻ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞത് ഒരുപാട് ലേറ്റായിട്ടാണ്. ഞാൻ എൻ്റെ എറൗണ്ട് ഒരു 15-ാമത്തെ വയസ്സ് മുതൽ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ നാടകം കളിക്കാൻ പോകും. അത് +2-ലൊക്കെ നാടകങ്ങൾ, ഞാൻ അഭിനയിക്കാറുള്ള നാടകങ്ങളൊക്കെ സ്റ്റേറ്റ് ലെവലിലും ജില്ലയിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മിക്കപ്പോഴും മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേര് വരും. അപ്പം നമ്മൾ മികച്ച നടൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനന്ദിക്കും, ഭയങ്കരമായിട്ട് പ്രോത്സാഹിക്കും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവർ വെറുതെ ക്ലാസ് റൂമിൽ നിൽക്കുന്നത് അടുത്ത പ്രിയദർശൻ, മോഹൻലാൽ, മണിയമ്പിള്ള രാജു ഒക്കെയാണ് നിൽക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹം കയറിക്കോ, അടുത്ത മോഹൻലാൽ, പ്രിയദർശൻ, മണിയമ്പിള്ള രാജു, MG ശ്രീകുമാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരെയൊക്കെ വെച്ച് സിനിമ ചെയ്ത് അല്ല ഞാൻ പറഞ്ഞു വന്നത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് MG ശ്രീകുമാറിന്റെ പേര് വന്നപ്പോഴാണ് ദൈവമേ അവരെയൊക്കെ വെച്ചാണല്ലോ ഞാനിപ്പോൾ സിനിമ ചെയ്തതെന്ന് എനിക്ക് ജസ്റ്റ് ഇപ്പം തോന്നൽ വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് സിനിമയിൽ എത്തണമെന്നുള്ളത് അന്നേ ഇവരൊക്കെ കൂടി എൻ്റെ ഉള്ളിൽ ഇട്ട വിത്താണ്. പക്ഷെ സിനിമയിൽ അപ്പോഴും ഞാൻ ബെസ്റ്റ് ആക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആക്ടറിലേക്ക് ഞാൻ ഡീവേറ്റ് ചെയ്തത്. അപ്പോഴും എൻ്റെ ഈ പറയുന്ന പോലെ നമ്മൾ ഓഡീഷൻസിന് പോകുന്നുണ്ട്. ഞാൻ ഈ പണ്ട് തന്മാത്ര എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ബ്ലസ് സാറിന് വീട്ടിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാലേട്ടന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എന്നിട്ട് ഞാൻ ബ്ലസ് സാറിൻ്റെ വീട്ടിലോട്ട് നിരന്തരം ഫോൺ ചെയ്യും, സാർ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പം സാറിൻ്റെ വൈഫായിരിക്കും മിക്കവാറും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ശല്യമാണല്ലോ പൊതു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് വിളിച്ചോളൂ എന്ന് ഫോൺ കട്ട് ചെയ്ത് പറയും. അപ്പം അങ്ങനെ അതെല്ലാം സംഭവിച്ച് നമ്മൾ ബിടെക് കഴിഞ്ഞ സമയത്തും സിനിമയിലേക്ക് ജോലിയൊന്നുമല്ല, സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ 2011 സമയത്തൊക്കെ ബിടെക് കഴിയുന്ന സമയത്തും ഞാൻ ഈ പറയുന്ന ഓഡീഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോഴും അച്ഛൻ നമ്മളെ പഠിപ്പിച്ച നാടകവും മോണോ ആക്റ്റും ഒക്കെ നമ്മൾക്ക് ഈ പറയുന്ന സ്വപ്നം കാണാൻ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൽ എത്തേണ്ടതെന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നിടത്ത് എത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അംബീഷനായിട്ട് നടക്കാം. ഈ